ഭരണപ്രതിസന്ധിയിൽ ബംഗ്ലാദേശ് ഇടക്കാല സർക്കാർ മേധാവി മുഹമ്മദ് യൂനുസ് രാജ്യസന്നദ്ധ അറിയിച്ചെന്ന റിപ്പോർട്ട്. നിലവിലെ സാഹചര്യത്തിൽ തനിക്ക് തുടരാൻ സാധിക്കില്ലെന്ന് യൂനുസ് അറിയിച്ചിട്ടുണ്ട്. ആഭ്യന്തര പ്രക്ഷോഭങ്ങളെയും സൈനിക മേധാവിയുടെ അന്ത്യശാസനത്തെയും തുടർന്നാണ് തീരുമാനം. അടിയന്തരമായി പൊതുതെരഞ്ഞെടുപ്പ് നടത്തണമെന്നതായിരുന്നു സൈനിക മേധാവിയുടെ താക്കീത്. ഐസൻ ജോസ് വീണ്ടും ചേരുന്നുണ്ട്. ഐസൻ, വിവരങ്ങൾ എന്തൊക്കെയാണ്? അക്ഷയ സൂചിപ്പിച്ചതുപോലെ അടിയന്തരമായി തെരഞ്ഞെടുപ്പ് നടത്തുക, അതുപോലെ തന്നെ ഡിസംബറിൽ തന്നെ തെരഞ്ഞെടുപ്പ് നടത്തണം എന്നൊരു ആവശ്യം സൈനിക മേധാവിയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തിരുന്നു. നേരത്തെ തന്നെ അത്തരത്തിലൊരു ആവശ്യം സൈനിക മേധാവി മുന്നോട്ട് വയ്ക്കുകയും ചെയ്തൊരു പശ്ചാത്തലം നിലനിൽക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് മുഹമ്മദ് യൂനുസിന്റെ രാജ്യഭീഷണി ഉയർന്നിരിക്കുന്നത്. മാത്രമല്ല മറ്റു പാർട്ടികൾ, അതായത് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി എല്ലാം തന്നെ ഇക്കാര്യത്തിൽ ഒരു നിലപാട് അല്ലെങ്കിൽ ഒരു റോഡ് മാപ്പ് വേണം തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച്. ഏത് രീതിയിൽ എന്ന് തെരഞ്ഞെടുപ്പ് നടക്കും, ആ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ എന്തൊക്കെ, ഏത് ദിവസം അതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കും എന്ന രീതിയിൽ ഒരു റോഡ് മാപ്പ് ആവശ്യമുണ്ട് എന്നെല്ലാം തന്നെ നാഷണലിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഒരു നിലപാടും പുറത്തു വന്നിരുന്നു. അത് ഒരു സമ്മർദ്ദ തന്ത്രമായാണ് യൂനുസിനെ ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുന്നത് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യൂനുസിന്റെ മന്ത്രിസഭയിൽ തന്നെ അംഗമായിരുന്ന, ഈ പ്രത്യേക താൽക്കാലിക മന്ത്രിസഭയിൽ തന്നെ അംഗമായിരുന്ന ഒരു വ്യക്തി, നജീം ഇസ്ലാം എന്ന് പറയുന്ന ഒരു വ്യക്തി ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് യൂനുസ് രാജ്യഭീഷണി മുഴക്കിയെന്ന ഒരു വസ്തുത സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. എങ്കിലും മറ്റു മന്ത്രിമാരെല്ലാം തന്നെ ഇടപെട്ട് ആ നീക്കത്തിൽ നിന്നും അദ്ദേഹത്തെ പിന്തിരിപ്പിച്ചുവെന്നും അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. നിലവിലെ സൂചനകൾ അനുസരിച്ച് സൈന്യം വീണ്ടും പാകിസ്ഥാനിലെ ബംഗ്ലാദേശിലെ താൽക്കാലിക ഭരണകൂടത്തിനെതിരെ തിരിയുന്ന ഒരു സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ താൽക്കാലിക ഭരണകൂടത്തിന് മുകളിലൊരു നിയന്ത്രണം നടത്താനുള്ള ഒരു നീക്കം സൈന്യത്തിന്റെ ഭാഗത്തു നിന്ന് ബംഗ്ലാദേശിൽ ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇത് തന്നെയാണ് മുഹമ്മദ് യൂനുസിനെ രാജിവെക്കുമെന്ന ഭീഷണി ഉയർത്താനുള്ള, അല്ലെങ്കിൽ അത് ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കാനുള്ള ഒരു കാരണമായും കണക്കാക്കപ്പെടുന്നുണ്ട്. നിലവിലെ രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടായ സാഹചര്യത്തിൽ അവാമി ലീഗ് ഉൾപ്പെടെ രാഷ്ട്രീയമായി നിരോധിക്കപ്പെട്ട ഒരു പശ്ചാത്തലം കൂടി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിൽ നിന്നും നേട്ടമുണ്ടാക്കാനുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ നീക്കമാണ് അടിയന്തരമായി തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള നീക്കം എന്നതാണ് നിലവിൽ സൂചനകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലൊരു നീക്കത്തിനെ യൂനുസ് സാങ്കേതികമായി അംഗീകരിക്കുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഒരു സാഹചര്യം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ തന്നെയാണ് യൂനുസ് രാജ്യഭീഷണി മുഴക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായത്. നിലവിലെ സൂചനകൾ അനുസരിച്ച് രാജ്യഭീഷണി മുഴക്കിയെങ്കിലും അതിൽ നിന്നും പിന്തിരിപ്പിച്ചു എന്നാണ് വിശദീകരണം വരുന്നതെങ്കിലും ബംഗ്ലാദേശിലെ ഈ സൈന്യവുമായുള്ള ഒരു അഭിപ്രായ വ്യത്യാസം യൂനുസിനുണ്ട്. അത് തുടരുന്നു. അത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നം തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ മുഴുവനുമുള്ള രാജ്യങ്ങൾ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് കാലതാമസം ഉണ്ടാകരുത് എന്നൊരു അഭിപ്രായം തന്നെയാണ് മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത്.